കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ സുപ്രധാന ഏടുകളിലൊന്നാണ് എം ലോറൻസ്. വേർപാടിന്റെ 1-ാം വർഷത്തിൽ എം ലോറൻസ് നയിച്ച ത്യാഗോജ്വല പോരാട്ടങ്ങളെ ഓർത്തെടുക്കുകയാണ് ഉറ്റവർ. അതേസമയം വൈദ്യപഠനത്തിനായി മൃതദേഹം വിട്ടു നൽകിയ നടപടിയിലെ നിയമ പോരാട്ടങ്ങളും തുടരുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്തെ പോലീസ് മർദ്ദനങ്ങൾ ഉൾപ്പെടെ അപ്രതീക്ഷിതമായി വീട്ടിൽ പോലീസ് എത്തിയത് വരെയുള്ള ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ് മകൻ ML സജീവൻ. അത് 965 965 എനിക്ക് തോന്നുന്നു ഇന്ത്യ ചൈന വാർ നടക്കുമ്പോൾ CPM-ൻ്റെ കൂടെ നിന്നിരുന്നവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ രാത്രി പെട്ടെന്ന് വീട്ടിലൊരു പട്ടിയുണ്ട്, ജിമ്മി എന്ന് പറഞ്ഞിട്ട് പട്ടിയാണ്. ജിമ്മി വല്ലാണ്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. ആരൊക്കെയോ പുറത്തു വന്നോ എന്നുള്ളൊരു അനക്കം കേൾക്കുന്നുണ്ട്. അപ്പത്തിനുടനെ തന്നെ വാതിലൊക്കെ തുറന്ന് നോക്കി ഞങ്ങളെല്ലാവരും നോക്കുമ്പോൾ നിറയെ പോലീസുകാരാണ്. അപ്പച്ചനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഏതായാലും അപ്പച്ചനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ 2-3 പ്രാവശ്യം അപ്പച്ചനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടിയിലെ തലമുതിർന്ന നേതാവായും കേന്ദ്ര കമ്മിറ്റി അംഗമായും ഒക്കെ അച്ഛൻ മാറിയപ്പോഴും മകൾ ആശയ്ക്കെന്നും ലോറൻസ് വാത്സല്യനിധിയായ അപ്പച്ചൻ. അപ്പനും അമ്മയൊക്കെ പോകുമ്പോൾ നമ്മൾ അനാഥരാകുകയാണ്. ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും പാരൻസ് നഷ്ടപ്പെടുമ്പോഴാണ് ഒരു ഓർഫണ ആവുന്നത്. ആദ്യം പോയി 2014 ഇപ്പോൾ 24 ആയപ്പോൾ 10 വർഷം ശേഷം അപ്പനും പോയപ്പം അതെനിക്ക് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. തൊഴിലാളി നേതാവായും ജനകീയ കമ്മ്യൂണിസ്റ്റായും തന്നെ വഴി നയിച്ച പ്രിയ സഖാവിനെ കുറിച്ച് പറഞ്ഞിട്ടും തീരുന്നില്ല ഉറ്റ സഹയാത്രികൻ KN രവീന്ദ്രനാഥിന്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ EMS മുഖ്യമന്ത്രിയായിട്ട് അന്ന് മുതൽ ലോറൻസുമായിട്ടുമൊക്കെ പാർട്ടികളുണ്ട്, ആ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നതിനെ തുടർന്ന് ആണ് ഈ വിഭാഗീയത ശക്തിപ്പെട്ടത്. വിഭാഗീയതക്കെതിരായി ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു നിലപാടെടുത്തത്. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ പഠനത്തിനായി വിട്ടുകൊടുത്ത നടപടിക്കെതിരെ മക്കളായ ആശയും സുജാതയും നടത്തുന്ന നിയമ പോരാട്ടം തുടരുകയാണ്. അപ്പന്റെ അന്ത്യാഭിലാഷമാണ് നടപ്പിലാക്കിയ നിലപാടിലാണ് മകൻ. അപ്പച്ചനത് പറഞ്ഞിരുന്നു, എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുത്താൽ മതി, അതനുസരിച്ചിട്ട് അതിൻ്റെ ഏർപ്പാട് ചെയ്തിരുന്നു. അതെ, ഒരു സംശയം വേണ്ട. അപ്പച്ചൻ്റെ ഡെഡ് ബോഡിയോട് പാർട്ടി ചെയ്ത ക്രൂരതയും ചതിയും തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യണത്. അപ്പച്ചൻ ഇപ്പോഴും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടല്ലോ, ഉറങ്ങിക്കിടക്കണ പോലെ കിടക്കുക. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.